ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് വര തുടങ്ങാം. നമ്മൾ വരക്കുന്നത് നമ്മളുടെ ചങ്കിൻ്റെ ഫോട്ടോ ആണ്. തീർച്ചയായിട്ടും ഇരുന്ന് ഫുള്ളായി വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്ത് ബ്രഷൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഫോട്ടോയുടെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോസ് നിൽക്കാതെ വാട്സപ്പിൽ എന്തോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് ഓപ്പണാക്കി ഇത് ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കളറൊക്കെ ഒന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോട്ടോൻ്റെ സൈസൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വര തുടങ്ങും. അതങ്ങനെ വരക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ലൈനിട്ട് കഴിഞ്ഞു. ശ്രദ്ധിച്ച് കാണുക. പിരികൊക്കെ നമ്മൾ ഏകദേശം വരയ്ക്കുന്നുണ്ട്. വരച്ച് റെഡിയാക്കി വരുന്നുണ്ട്. കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോസിൻ്റെ ഭാഗമാണ്. അവിടെ ഒന്ന് വരച്ച് ക്ലിയർ ചെയ്യണം. നല്ല ശ്രദ്ധിച്ച് വെച്ചാൽ നല്ല പെർഫെക്ഷൻ കിട്ടും. എല്ലാവരും ശ്രമിക്കുക. നമ്മൾ ഇതുവരെ വരച്ചതൊന്ന് ആഡ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മൾ എയറിലാണ് കളിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുവരെ വരച്ചതൊന്ന് നമുക്ക് എങ്ങനെയായിട്ട് നോക്കാം. എയറിലൊക്കെ പ്രൊഫഷൻ വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ വരച്ചതൊന്ന് ആഡ് ചെയ്യാൻ പോണ്. ഏകദേശം വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ കളറിലൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ താടിയിലാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ ഏകദേശം കാണുന്നുണ്ടാവും. വീണ്ടും നമുക്ക് നൈഡ് നോക്കാം. നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടാകും.
അപ്പോൾ ഏകദേശമൊക്കെ നമ്മളെ ഫോട്ടോൻ്റെ ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൈയാണ് വരയ്ക്കാൻ പോകുന്നത്. കയ്യിലുള്ള നമ്മളുടെ സ്മാർട്ട് വാച്ചാണ് വരയ്ക്കാൻ പോകുന്നത്. ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. വളരെ ശ്രദ്ധയോടെ വരയ്ക്കുക. അപ്പോൾ ഏകദേശം നമ്മളത് ഒന്നും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 1 മണിക്കൂറും 10 മിനിറ്റും വരച്ചു. ഇനിയും സമയമെടുക്കും. അപ്പോൾ എയറിൽ ഉള്ളതെല്ലാം കഴിഞ്ഞ് താടിയും നമ്മൾ ശരിയാക്കി. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ടീഷർട്ടാണ്. ടീഷർട്ട് വരയ്ക്കാൻ പോകുന്നത് അതും നമ്മൾ വൈറ്റിൽ തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ടീഷർട്ടിലെ ചെറിയ മൈനോട്ടുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഇത് വരയ്ക്കാൻ ശ്രമിക്കുക. അതിൽ 1-2 ലെറ്ററൊക്കെ കാണുന്നുണ്ട്. നമുക്ക് വരയ്ക്കാൻ ശ്രമിച്ച് നോക്കാം. എത്രത്തോളം പെർഫെക്ഷൻ വരും എന്ന് അറിയത്തില്ല. കഴിയുന്നത്ര ശ്രമിച്ച് നോക്കാം. വരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫോട്ടോയായി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൃത്യമായ രീതിയിൽ വരയ്ക്കുന്ന സ്ക്രീൻ റെക്കോർഡിൽ വരയ്ക്കുന്നതാകുമ്പോൾ ചെറിയ ക്ലാരിറ്റിൻ്റെ വ്യത്യാസം കാണും. നമുക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ വരച്ചത് ഒന്നുകൂടി ആഡ് ചെയ്യണം. ഏകദേശം നമ്മളെ പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റെഡിയാവും. ഒന്നും കൂടി ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് അതും കൂടി വരച്ച് കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് കരുതുന്നുണ്ട്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. നമ്മളിനി വരച്ച ഭാഗങ്ങളിൽ തന്നെ ഒന്നുകൂടി ക്ലിയർ വരുത്താണ്ട് ആ ഭാഗം രണ്ടാമത് നമ്മൾ ഒന്നുകൂടി ക്ലിയർ വരുത്തുന്നുണ്ട്. ഒന്ന് റെഡിയാക്കുന്നുണ്ട്. നമുക്ക് മുന്നേ വരച്ചു പോയതാണ്. നമ്മൾ ഇവിടെയൊക്കെ ഒന്നും കൂടി നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോൻ്റെ ഒറിജിനാലിറ്റി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തു തീർന്നു. ഇനിയിപ്പോൾ ചെയ്യുന്നത് ആ ഒരു ക്ലിയറൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, മൈന്യൂട്ടായി എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ലാസ്റ്റ് ഈ ഒരു ഫോട്ടോസാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എവിടെയെങ്കിലൊക്കെ ചെറിയ മൈനോട്ട് ഉണ്ടായിരിക്കും. നമ്മൾ കഴിയുന്ന മാതിരി, നമ്മളൊരു തുടക്കക്കാരൻ എന്നുള്ളത് കഴിയുന്ന മാതിരി നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി വരക്കണോ വേണ്ടേ
അതോ ഇതോടുകൂടി നിർത്തണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചിട്ടായിരിക്കും നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും നേരം സമയം വാച്ച് ചെയ്തതിന് താങ്ക് യു.